പാലക്കാട് ജില്ലയിൽ രണ്ടാം വിള കൊയ്ത്ത് അവസാന ഘട്ടത്തിലേക്ക്. നെല്ല് സംഭരണം അനിശ്ചിതാവസ്ഥയിൽ. ജില്ലയിലെ പല മേഖലകളിലും കൊയ്ത്ത് നടന്നുവരികയാണ്. ആലത്തൂർ ചിറ്റൂർ മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തകൃതിയായി കൊയ്ത്ത് നടക്കുകയാണ്. കൊയ്ത്തുമതി യന്ത്രങ്ങൾ കിട്ടാൻ വൈകുന്നുണ്ടെങ്കിലും കനത്ത വേനലിൽ എങ്ങനെയും യന്ത്രങ്ങൾ സംഘടിപ്പിച്ച കൊയ്ത് നെല്ല് ശേഖരിക്കാനാണ് കർഷകർ പരിശ്രമിക്കുന്നത്. കൊയ്ത നെല്ല് വീടുകളിൽ തന്നെ സൂക്ഷിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. സംഭരണം എപ്പോൾ തുടങ്ങുമെന്ന് ഇനിയും പറയാറായിട്ടില്ല. സപ്ലൈകോയിൽ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ടെങ്കിലും നെല്ലെടുപ്പിനെക്കുറിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. സഹകരണ ബാങ്കുകൾക്ക് സർക്കാർ സംഭരണ ചുമതല നൽകിയെങ്കിലും അവർ പൂർണ്ണമായും സംഭരണത്തിന് തയ്യാറായിട്ടില്ല. സഹകരണ സംഘങ്ങളെ പണം നൽകാൻ ഏൽപ്പിച്ചെങ്കിലും നൽകിയാൽ തന്നെ അത് കിട്ടുമോ എന്ന ആശങ്കയിലാണ് സഹകരണ സംഘങ്ങൾ. 60ഓളം സഹകരണ സംഘങ്ങൾ ജില്ലാ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ സമ്മതം നൽകിയെങ്കിലും പലരും ഇപ്പോഴും മടിക്കുകയാണ്. വേനൽ മഴയിൽ നെല്ല് നശിക്കാനുള്ള സാധ്യതയും പല കർഷകരും കാണുന്നുണ്ട്. ആലത്തൂരിൽ കഴിഞ്ഞ തവണത്തെ നെല്ല് സഹകരണ ബാങ്കുകൾ മുഖേന ശേഖരിച്ച് വില നൽകിയെങ്കിലും ഇത്തവണ അതും നടക്കുന്നില്ല എന്നാണ് പരാതി. സംഭരണ കാര്യത്തിൽ സർക്കാർ വേഗത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ കൊയ്ത്തുകൾ കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളായി. പക്ഷേ നെല്ല് ശേഖരണത്തിനെ പറ്റി ഒരു വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. നെല്ല് ഇപ്പോഴെടുക്കും നാളെ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇത് സൂക്ഷിക്കാനുള്ള സ്ഥല സൗകര്യങ്ങളും ഞങ്ങൾക്ക് കുറവാണ്. പിന്നെ കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ചിട്ട് ഈ വർഷം നല്ല വിളവ് ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. കൂടുതൽ നെല്ല് ഗവൺമെൻറ് സ്വീകരിക്കുന്നതിനുള്ള നടപടികളും ഇതിൻ്റെ കൂടെ ചേർത്തിയെടുക്കുവാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ എന്നെപ്പോലെ തന്നെ എല്ലാ കർഷകരും ഇതുപോലെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് നെല്ലെടുക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങളുടെ പരിസരം. പിന്നെ ഞങ്ങൾ ചന്തങ്കോട് പാടശേഖരത്തിലെ ഒരു കർഷകനാണ് ഞാൻ. ഇതിനു വേണ്ട സൗകര്യങ്ങളെല്ലാം ഗവൺമെൻറ് ഞങ്ങൾക്ക് ചെയ്തു തരാണെങ്കിൽ അത് വളരെ സൗകര്യമായിരിക്കുമെന്ന് ഞങ്ങൾ പറയുക. ഇനി മഴയ്ക്ക് ശേഷമാണ് ഒന്നാം വിളയ്ക്കുള്ള നടപടികൾ ആരംഭിക്കുക. കഴിഞ്ഞ തവണ നൽകിയ നെല്ലിന്റെ പണം പലർക്കും ഇനിയും കിട്ടാനുമുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.